സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ട്രേഡ് ചെയ്ത് പണം ഉണ്ടാക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലേ? നിങ്ങളിൽ പല ആളുകളും ട്രേഡ് ചെയ്ത് ഇതിനോടകം തന്നെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. എന്നാൽ തുടർച്ചയായി ട്രേഡ് ചെയ്തുകൊണ്ട് കിട്ടിയ ലാഭമെല്ലാം നഷ്ടപ്പെടുത്തിയവരായിരിക്കും കൂടുതലും ഉള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് മാർക്കറ്റിനോടുള്ള പല ആളുകളുടെയും കാഴ്ചപ്പാടാണ് അവരെ ഇത്തരത്തിൽ നഷ്ടത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ളത്. അതായത് ഒരു ട്രേഡറിന്റെ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത് ഗ്രീഡും ഫിയറുമാണ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഒരു ട്രേഡറിന്റെ സൈക്കോളജിയെ വലിയ രീതിയിൽ ബാധിക്കുന്ന രണ്ട് മാനസികാവസ്ഥകളാണ് ഈ പറഞ്ഞ ഗ്രീഡും ഫിയറും. അതുകൊണ്ട് തന്നെ നല്ലൊരു ട്രേഡർ ആകണമെങ്കിൽ എത്രമാത്രം ടെക്നിക്കൽസിനെ പറ്റി പഠിക്കണം, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ട്രേഡിംഗ് സൈക്കോളജിയെ പറ്റിയും പഠിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ഗ്രീഡ് എന്നും ഫിയർ എന്നും, ഇത് നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും, അതുപോലെ തന്നെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയെ അത് ഒരു പടി കൂടി മുന്നിലേക്ക് ഉയർത്തുമെന്ന് ഞാൻ ഉറപ്പു തരാം. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്. ഞാൻ അമലക്ഷയ്. നമുക്ക് തുടങ്ങാം. നിങ്ങൾ ട്രേഡിംഗ് തുടങ്ങിയ ആദ്യ കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ആ ഒരു സമയത്ത് കൂടുതലായിട്ടും ടെക്നിക്കൽസ് പഠിക്കാനും ചാർട്ട് പാറ്റേൺ പഠിക്കാനും കാൻഡിൽ സ്റ്റിക്ക് പഠിക്കാനും ഇതിനൊക്കെ ആയിരിക്കും നിങ്ങളുടെ കൂടുതൽ സമയവും മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ മാത്രമല്ല, ഞാനും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് ട്രേഡിംഗ് തുടങ്ങിയ സമയത്ത് ഇത്തരത്തിൽ ഈ പറഞ്ഞ ടെക്നിക്കൽസിന്റെ പുറകെയായിരുന്നു. അതായത് ഈ പറഞ്ഞ ടെക്നിക്കൽസ് എല്ലാം പഠിക്കുകയാണെങ്കിൽ, വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്ത് നല്ലതുപോലെ ലാഭം ഉണ്ടാക്കാം എന്നായിരുന്നു എന്റെ വിശ്വാസം. ഇതുകൊണ്ട് തന്നെ രാത്രിയെന്നില്ല പകലെന്നില്ലാതെ കണ്ണും പൂട്ടി പൈസ ഉണ്ടാക്കണമെന്ന ആർത്തി പുറത്ത് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കൂട്ടി. എന്നാൽ ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഒരു ദിവസം ലാഭമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അടുത്ത ദിവസം നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ലാഭം നഷ്ടം എന്നുള്ള രീതിയിൽ മുന്നിലേക്ക് പോയിട്ട് അവസാനം എന്റെ എൻ്റെയർ ക്യാപിറ്റൽ തന്നെ അവിടെ വാഷ് ഔട്ട് ആയി പോകുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യാൻ വന്ന തുടക്കക്കാരെല്ലാവരും തന്നെ ഈ ഒരു അവസ്ഥയിലൂടെ പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ടെക്നിക്കൽസ് അടിപൊളിയായിട്ട് പഠിക്കാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ സൈക്കോളജിയാണ് നിങ്ങളെ ഇത്തരത്തിൽ നഷ്ടത്തിലേക്ക് വീഴ്ത്തിയത്. ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നീട് എന്റെ ട്രേഡിംഗ് ജേണി എനിക്ക് അടിപൊളിയായിട്ട് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയത്. അപ്പൊ ഇത്തരം ഒരു ട്രേഡിംഗ് ജേണിയിൽ ഏതൊരു ട്രേഡറിന്റെയും എനിമി എന്ന് പറയുന്നത് ഗ്രീഡും ഫിയറുമാണ്. അപ്പൊ കേൾക്കുമ്പോൾ ഇത് വളരെ സിമ്പിൾ ആണെങ്കിലും കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഗ്രീഡ്. അപ്പൊ ഈ പറയുന്ന ഗ്രീഡ് എന്ന് പറയുന്ന സാധനം സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമുള്ള ഒരു കാര്യമല്ല. ഈ പറയുന്ന ഗ്രീഡ് എന്ന് പറയുന്നത് മനുഷ്യന്റെ DNA ഉള്ളതാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിന് പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും എല്ലാ മനുഷ്യരിലും ഈ പറയുന്ന ഗ്രീഡ് ഉള്ളതായിട്ട് കാണാം. അപ്പൊ നമുക്ക് മാർക്കറ്റിന് പുറത്തുള്ള ഒരു ഗ്രീഡിലേക്ക് നോക്കാം. അതായത് വീടില്ലാത്തൊരു വ്യക്തിക്ക് ആദ്യ സമയത്ത് അദ്ദേഹത്തിന് ഒരു വീട് വേണമെന്നായിരിക്കും ആഗ്രഹം. എന്നാൽ ഒരു വീട് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അയാളുടെ മനസ്സിൽ ആഗ്രഹം എന്തായിരിക്കും? ഒരു നല്ല വീട് അല്ലെങ്കിൽ ഒരു നല്ല വാർത്ത വീടെന്നായിരിക്കും. അതിനുശേഷം ഒരു 2 നില വീടെന്നായിരിക്കും. പിന്നീട് ഒരു വലിയ ബംഗ്ലാവ് തന്നെ വേണമെന്നായിരിക്കും ആഗ്രഹം. ഇനി ഒരു കാർ ഇല്ലാത്തൊരു വ്യക്തിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം ഒരു കാർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നല്ലൊരു കാർ വേണമെന്നായിരിക്കും. പിന്നീട് ബെൻസോ BMW റോൾസ് റോയ്സോ തുടങ്ങിയ വലിയ വലിയ കാറുകൾ വേണമെന്നായിരിക്കും ആഗ്രഹം. അപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും മനുഷ്യന്റെ ഉള്ളിൽ ഇത്തരത്തിൽ ഗ്രീഡ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ പല ആൾക്കാർക്കും ഇത് വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾക്ക് കൂടുതൽ ഗ്രീഡ് ഉണ്ടായിരിക്കും, ചില ആളുകൾക്ക് വളരെ കുറച്ച് ഗ്രീഡ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നിരുന്നാലും ഗ്രീഡ് എന്ന് പറഞ്ഞൊരു സാധനം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അത് മാറ്റി വെക്കാൻ സാധിക്കുകയില്ല. ഇതേ ഗ്രീഡ് തന്നെയാണ് ഇത്തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരാൾ ട്രേഡ് ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഗ്രീഡ് എങ്ങനെയാണ് നിങ്ങളുടെ ട്രേഡിങ്ങിനെ ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങളൊരു ട്രേഡ് സെറ്റപ്പിലേക്ക് എൻ്റർ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രേഡ് ഉണ്ട്, അവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5000 രൂപയാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. അപ്പൊ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് ഹിറ്റായി നിങ്ങൾക്ക് ഒരു 5000 രൂപയുടെ പ്രോഫിറ്റ് കണ്ടു. എന്നാൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ഗ്രീഡ് പറയും, ഇപ്പൊ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ 5000 ഒരു 10000 ആയാലോ, അങ്ങനെയെങ്കിൽ 10000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തൂടെ എന്ന് കരുതിയിട്ട് നിങ്ങൾ അവിടെ കിട്ടിയ 5000 ബുക്ക് ചെയ്യാതെ ഇരിക്കും. പിന്നീട് ആ പറഞ്ഞ പ്രോഫിറ്റ് ചിലപ്പോൾ താഴേക്ക് വന്നിട്ട് നഷ്ടത്തിൽ എൻഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കേസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഹിറ്റായി നിങ്ങൾ 5000 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്ന് കരുതുക. അങ്ങനെ നിങ്ങൾ ആ ഒരു 5000 രൂപ കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ഗ്രീഡ് അവസാനിക്കുന്നില്ലെങ്കിൽ വീണ്ടും കുറെ കൂടെ പൈസ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് നിങ്ങൾ തെറ്റായ ട്രേഡിലേക്ക് വീണ്ടും എൻ്റർ ചെയ്തേക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ 5000 രൂപ നിങ്ങൾക്ക് അവിടെ വീണ്ടും നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞ റീസൺ കൊണ്ട് തന്നെയായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ ആൾക്കാർക്കും ഇത്തരത്തിൽ ലോസ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ മറികടക്കാം? അതിന് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു ഗ്രീഡിനെ മാറ്റി വെച്ചിട്ട് അതിനെ ജസ്റ്റ് അംബീഷൻ ആക്കി മാറ്റിയാൽ മതി. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ അംബീഷനും ഗ്രീഡും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അതായത് അംബീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് അംബീഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ഗ്രീഡ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് റിയലിസ്റ്റിക്കലി എത്തിപ്പെടാൻ കഴിയാത്ത ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടുന്നതിനാണ് ഇത്തരത്തിൽ ഗ്രീഡ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി സിമ്പിൾ
ആയിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് പറയാനാണെങ്കിൽ നിങ്ങളൊരു സാധാരണക്കാരനാണെന്ന് കരുതുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കാർ വാങ്ങണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാർ എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് ആണ്. അപ്പൊ ആ ഒരു സ്വിഫ്റ്റ് വാങ്ങാനായിട്ട് നിങ്ങൾ ഒരു 1-2 വർഷം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാർ വാങ്ങാൻ പറ്റുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ട്. അപ്പൊ ആ ഒരു കാർ വാങ്ങുക എന്നുള്ളത് ഇവിടെ നമ്മൾ അംബീഷൻ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. എന്നാലും നിങ്ങൾ ഈ ഒരു കാർ വാങ്ങിയതിന് ശേഷം ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു അയൽക്കാരനോ സുഹൃത്തോ ആരെങ്കിലും ഒരു ബെൻസോ BMW ഒക്കെ വാങ്ങിയത് നിങ്ങൾ കണ്ടു. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ബെൻസ് വാങ്ങണം, ഇപ്പോഴുള്ള ആ ഒരു സ്വിഫ്റ്റ് വിറ്റിട്ട് ഒരു ബെൻസ് വാങ്ങണം അല്ലെങ്കിൽ ഒരു BMW വാങ്ങണം എന്ന് തോന്നിയിട്ട് നിങ്ങൾ ആ ഒരു സ്വിഫ്റ്റ് വിറ്റിട്ട് ലോൺ എടുത്തും കടം വാങ്ങിയിട്ടും കൂടിയ വിലയ്ക്ക് ഈ ഒരു കാർ അതിനെയാണ് ഇവിടെ ഗ്രീഡ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ചെയ്തതിലൂടെ നിങ്ങൾ കടത്തിലാവുകയും അവിടെ പണി മേടിക്കുകയുമാണ് ചെയ്തത്. അപ്പൊ ഇതേ എക്സാമ്പിൾ തന്നെ നമ്മൾ ട്രേഡിംഗിലേക്ക് കൊണ്ടുവരികയാണെങ്കിലോ, അതായത് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി, അംബീഷനോട് കൂടി ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അറിയാം, അതായത് തന്റെ ടാർഗറ്റ് ഹിറ്റ് ആവുകയാണെങ്കിൽ തന്റെ ക്യാപിറ്റലിന്റെ പുറത്ത് ഇത്ര പെർസെന്റേജ് റിട്ടേൺ അദ്ദേഹത്തിന് കിട്ടുമെന്ന്. ഉദാഹരണത്തിന് ഒരു 5000 രൂപ പ്രോഫിറ്റ് ആണ് ആ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ളതെങ്കിൽ അദ്ദേഹം ആ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കും. എന്നാൽ ഇത്തരത്തിൽ ഗ്രീഡ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ ട്രേഡ് ചെയ്ത്, നമുക്കറിയാം സോഷ്യൽ മീഡിയയിലും പല സ്ഥലങ്ങളിലുമായിട്ട് ഇത്തരത്തിൽ പല ആളുകളും ലക്ഷങ്ങളും കോടികളും ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയതിന്റെ സ്ക്രീൻഷോട്ടും മറ്റും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് കാണുന്ന ഒരു വ്യക്തി തനിക്ക് കിട്ടിയ തന്റെ അംബീഷൻ എന്ന് പറഞ്ഞത് 5000 രൂപ മാത്രമാണല്ലോ എന്ന് കണ്ടിട്ട് ആ ഒരു വലിയ ടാർഗറ്റ് പിടിക്കാനായിട്ട് ഗ്രീഡിന്റെ പുറകിൽ ഓടും. അങ്ങനെ തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ചെറിയ പ്രോഫിറ്റുകൾ മറന്നിട്ട് ഇത്തരത്തിൽ വലിയ റിസ്ക് എടുത്തുകൊണ്ട് വലിയ ലാഭം നേടാനായിട്ട് പോകും. അങ്ങനെയും നഷ്ടത്തിലേക്ക് ആളുകൾ പോകാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ട്രേഡ് ചെയ്യാൻ നേരം നിങ്ങളുടെ ആ ഒരു ഗ്രീഡിനെ മറികടക്കാനായിട്ട് നിങ്ങളുടെ ടോട്ടൽ ട്രേഡിംഗിൽ നിന്നുള്ള റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാപിറ്റലിന്റെ നിശ്ചിത ശതമാനം ആയിരിക്കണമെന്ന് നിങ്ങളൊരു ടാർഗറ്റ് വെക്കുക. അത് നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയും നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിനെയും ഒക്കെ അനുസരിച്ച് റിയലിസ്റ്റിക് ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇതൊരു അംബീഷനായിട്ട്, അതായത് എന്റെ ക്യാപിറ്റലിന്റെ പുറത്ത് ഇത്ര പെർസെന്റേജ് റിട്ടേൺ ഞാൻ ഒരു വർഷം മേക്ക് ചെയ്യും എന്നുള്ളതൊരു അംബീഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീഡിനെ മറന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ച് നല്ലതുപോലെ ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അംബീഷനും, അതുപോലെ ഈ പഠിച്ച കാര്യങ്ങൾ കൊണ്ടിട്ട് 100 കോടി രൂപ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഗ്രീഡുമാണ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന രണ്ടാമത്തെ വില്ലനാണ് ഫിയർ. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് ട്രേഡ് ചെയ്യാൻ ആളുകൾക്ക് ഭയങ്കര പേടിയാണ് അല്ലെ. പല ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നാൽ പൈസ പോകുമെന്ന് പറഞ്ഞ് മാറി നിൽക്കാറുമുണ്ട്. എന്നാലും വേറെ ഏതൊരു മേഖലയിലേക്ക് പോയാലും ആളുകൾക്ക് ഈ ഒരു പേടിയില്ല. ആളുകൾ വളരെ ധൈര്യത്തോടു കൂടി ആ ഒരു മേഖലയെ അപ്രോച്ച് ചെയ്യാറുമുണ്ട്. ഇതിനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ലോകത്തുള്ള മറ്റ് മേഖലകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ ആളുകളുടെ പൈസ നഷ്ടപ്പെടുന്നത്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ MS ധോണി IPL കളിക്കുന്നുണ്ടല്ലേ. അദ്ദേഹം ക്രിക്കറ്റ് IPL ഒരു സീസൺ മോശമായി കളിച്ചെന്ന് കരുതുക. എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന് പേയ്മെന്റ് കിട്ടാതെ ഇരിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു എംപ്ലോയി, അതായത് ഒരു 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി, അദ്ദേഹം ഇച്ചിരി മോശമായിട്ട് പെർഫോം ചെയ്താൽ പോലും അദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്നതാണ്. ഇനി നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരുപക്ഷെ ശമ്പളം കിട്ടിയില്ലെന്ന് വരാം. എന്നാൽ ഒരിക്കലും തന്റെ പോക്കറ്റിലുള്ള പൈസ നഷ്ടപ്പെടുകയില്ല. അപ്പൊ ലോകത്തുള്ള മറ്റ് ഏതൊരു മേഖലയിലേക്ക് നോക്കിയാലും പെർഫോമൻസ് മോശമായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പൈസ കുറച്ച് കിട്ടും, അല്ലെങ്കിൽ പൈസ കിട്ടില്ല. എന്നാൽ പെർഫോമൻസ് മോശമായാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം നമ്മുടെ കയ്യിലുള്ള പൈസ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പൊ ഈ ഒരു പേടി കൊണ്ടാണ് പല ആളുകളും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാത്തത്. അപ്പൊ നല്ലതുപോലെ ചെയ്തില്ലെങ്കിൽ കയ്യിലെ കാശ് പോകുമെന്നുള്ള പേടി. അപ്പൊ ഇത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗിലാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റിലാണെങ്കിലും ആളുകൾക്കുള്ള ഏറ്റവും വലിയ ഫിയർ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഫിയർ എന്ന് പറയുന്ന സാധനത്തിനെ ഒന്ന് 3ആയിട്ട് തരം തിരിച്ച് പറയാൻ പോവുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, അതുപോലെ തന്നെ ഫിയർ ഓഫ് ലോസിങ്, അതുപോലെ ഫിയർ ഓഫ് വിന്നിങ്. അപ്പൊ ഒന്നാമതായി ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, അതായത് അവസരം നഷ്ടപ്പെടുമെന്നുള്ള പേടി. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ വെച്ച് പറയുകയാണെങ്കിൽ, അതായത് ഒരു ബ്രേക്ക് ഔട്ട് ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു ബ്രേക്ക് ഔട്ടിന് ഒരു കൺഫർമേഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് നഷ്ടപ്പെടുമെന്നുള്ള പേടിയിൽ ചാടി കയറി എൻട്രി എടുക്കുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ബ്രേക്ക് ഔട്ട് നടക്കാതെ പിന്നീട് താഴേക്ക് പോയിട്ട് ഇത്തരത്തിൽ നഷ്ടം ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എങ്ങനെ ഇല്ലാതെയാക്കാൻ നമുക്ക് നോക്കാം. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല റിയൽ ലൈഫിലും നമുക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടമാകുന്നുണ്ട്. ആ ഒരു അവസരങ്ങളെ ഒന്നും തന്നെ നമ്മൾ കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇന്നാണ് നമ്മുടെ ഓണം ബമ്പറിന്റെ ലോട്ടറിയുടെ
അവസാന ദിവസം, സെയിലിന്റെ അവസാന ദിവസം എന്ന് നിങ്ങളൊന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം ലോട്ടറി എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഓണം ബമ്പർ അടിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് വെച്ചിട്ട് ഓടിപ്പോയി നിങ്ങൾ ലോട്ടറി എടുക്കുമോ? ഇല്ല. ആ ഒരു ലോട്ടറി എടുത്തില്ലെങ്കിൽ പോട്ടെ, അടിച്ചില്ലെങ്കിൽ വേണ്ട, ഇനിയും ലോട്ടറി എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ അത് മറന്നു പോകും. ചിലപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കാറ് പോലും ഇല്ലായിരിക്കും അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ ക്യാപിറ്റലൊക്കെ പോയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുന്ന ഒരു ദിവസമാണെന്ന് വെച്ചോ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പോലും മാർക്കറ്റിൽ എത്രയോ അവസരങ്ങളാണ്, മുകളിലേക്കും താഴേക്കും ഒക്കെ ആയിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട് അല്ലേ. ആ ഒരു അവസരങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അതൊന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്രയും അവസരങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ അവസരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാകുന്ന ഒരു നല്ല ട്രേഡ് വരുമ്പോൾ മാത്രം എൻട്രി എടുത്താൽ മതി. അതിന്റെ കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കൺഫർമേഷൻ കിട്ടിയപ്പോഴേക്കും അതിന്റെ ആ ഒരു എൻട്രി പോയിന്റ് കഴിഞ്ഞെങ്കിൽ അത് വിട്ടേക്കൂ. പിന്നീട് അടുത്ത ട്രേഡ് വരുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും, ഒരിക്കലും ലിമിറ്റഡ് അവസരങ്ങൾ അല്ല. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിൽ നിന്ന് പുറത്തു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും മാർക്കറ്റ് ഓപ്പൺ ആണ്. ഈ ഒരു സമയത്ത് ഞാൻ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും എല്ലാം തന്നെ ഒരുപാട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികളും ഉണ്ടായിരിക്കും അല്ലെ. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കളഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ എൻ്റെ പല പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പുറത്തു പോകുന്ന സമയത്തോ അല്ലാതെയൊക്കെ പല സമയത്തും എനിക്ക് ഒരുപാട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെ ഓർത്ത് നമ്മൾ വിഷമിച്ചിരിക്കാനാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ മുതലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അത്ര നല്ല കാര്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് യോജിക്കുന്ന, എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള എൻ്റെ ഫ്രീ ടൈമിൽ എനിക്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡുകൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് വരാറില്ല. അപ്പൊ അടുത്ത പോയിന്റ് ആണ് ഫിയർ ഓഫ് ലൂസിങ്. അതായത് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങളൊരു ട്രേഡ് എടുത്തു, നിങ്ങൾക്ക് നഷ്ടം വന്നു. അടുത്ത ദിവസം നിങ്ങളൊരു ട്രേഡ് എടുത്തു, നഷ്ടം വന്നു. അങ്ങനെ ആ ഒരു ആഴ്ച മുഴുവൻ നിങ്ങൾക്ക് നഷ്ടം വരികയാണെങ്കിൽ അടുത്തൊരു ട്രേഡ് എടുക്കാനായിട്ട് നിങ്ങൾ വീണ്ടും ഭയപ്പെടും അല്ലെ. അപ്പൊ ഇതിനെയാണ് ഫിയർ ഓഫ് ലൂസിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ പല ആളുകളും ചെയ്യാൻ സാധ്യതയുള്ള എന്താണെന്ന് വെച്ചാൽ, കണ്ടിന്യൂസ് ഇത്ര ലോസ് വന്നല്ലേ, അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് എടുത്തിട്ട് വലിയൊരു ട്രേഡ് എടുത്തുകൊണ്ട് ഈ ലോസ് എല്ലാം കൂടെ ഒറ്റയടിക്ക് കവർ ചെയ്യാനായിരിക്കും പല ആളുകളും ശ്രമിക്കുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ആ ഒരു ട്രേഡറിന് സക്സസ് ആവാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ അത്രയും ലോസ് ഒരിക്കലും കവർ ചെയ്യാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കണ്ടിന്യൂസ് ഇത്ര ലോസ് വന്നു, അദ്ദേഹം ആ ഒരു ഫിയർ ഓഫ് ലോസിൽ ഇരിക്കുകയാണ്. അതിനൊപ്പം തന്നെ വീണ്ടും ആ ഒരു ലോസ് കവർ ചെയ്യാൻ വേണ്ടി ഹൈ റിസ്ക് എടുക്കുന്ന സമയത്ത് അവിടെ ഫിയർ ഓഫ് ലോസ് വീണ്ടും കൂടുകയാണ്. അതായത് ആ ഒരു ട്രേഡ് തെറ്റി പോവുകയാണെങ്കിൽ വീണ്ടും വലിയ ലോസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഫിയർ വീണ്ടും വർക്ക് ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് വീണ്ടും അത് ലോസിലേക്ക് പോകാനും അക്കൗണ്ട് ടോട്ടലി ഇല്ലാതായി പോകാനുമുള്ള സാധ്യതയുണ്ട്. പകരം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വരുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പൊസിഷൻ സൈസിങ് കുറച്ചുകൊണ്ട്, നിങ്ങളുടെ ആ ഒരു SL റെഡ്യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ട്രേഡിൽ കൺസർവേറ്റീവ് ആയിട്ട് നിന്ന് ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അതായത് ഓരോ ട്രേഡിൽ എൻട്രി എടുക്കുന്നതിന് മുമ്പായിട്ടും ആ ഒരു ട്രേഡിനെ പറ്റി വ്യക്തമായി പ്ലാൻ ചെയ്തിരിക്കണം. ആ പ്ലാൻ ചെയ്തത് എന്താണോ അത് തന്നെ ആയിരിക്കണം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു 5000 രൂപ റിസ്ക് എടുത്തുകൊണ്ട് 15000 രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ ഒരു ട്രേഡിൽ നിങ്ങൾ എൻട്രി എടുക്കാൻ പാടുള്ളൂ. അപ്പൊ അടുത്ത പോയിന്റ് ആണ് ഫിയർ ഓഫ് വിന്നിങ്. അതായത് വിജയിക്കാൻ സാധ്യതയുള്ള, സക്സസ് ആവാൻ സാധ്യതയുള്ള പല ട്രേഡും അതിന്റെ പ്രോഫിറ്റ് റൺ ചെയ്യാനായിട്ട് പലരും ഭയപ്പെടുന്നു. അതായത് നമ്മളൊരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, എൻട്രി എടുത്ത് പോയിന്റിന് താഴെ ആയിരിക്കും SL ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ആ ഒരു SLന്റെ ഒരു 3-4 ഇരട്ടി ആയിരിക്കും മുകളിൽ ടാർഗറ്റും വെക്കുക. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ SL ഇട്ടായി കഴിഞ്ഞാൽ പല ട്രേഡേഴ്സും അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ടാർഗറ്റ് ഹിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കിട്ടിയ പ്രോഫിറ്റ് നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് പല ആളുകളും എക്സിറ്റ് ചെയ്ത് ഇറങ്ങി പോകാറുണ്ട്. ഇങ്ങനെ എക്സിറ്റ് ചെയ്ത് ഇറങ്ങി പോയതിനു ശേഷം ഇത്തരത്തിൽ ആ ഒരു സ്റ്റോക്ക് ടാർഗറ്റും കഴിഞ്ഞ് നല്ല രീതിയിലേക്ക് അടിച്ചു മുകളിലേക്ക് കയറി പോകുന്നത് കാണാറുണ്ട്. ഇതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ആ ഒരു ട്രേഡിലെ മുഴുവൻ പ്രോഫിറ്റും അല്ലെങ്കിൽ ആ ഒരു വലിയ എമൗണ്ട് ഓഫ് പ്രോഫിറ്റും നേടാൻ പറ്റാതെയും പോയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സക്സസ്ഫുൾ ട്രേഡിൽ നിന്ന് നേരത്തെ എക്സിറ്റ് ചെയ്യുന്ന ഈ ഒരു ഭയത്തെയാണ് നമ്മൾ ഫിയർ ഓഫ് വിന്നിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങളൊരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ SL ഹിറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇറങ്ങണം. അതുപോലെ തന്നെ നിങ്ങൾ അതിന്റെ ടാർഗറ്റ് ഹിറ്റ് ആവുന്നിടം വരെ ആ ഒരു ട്രേഡ് അടിപൊളിയാണെന്നും സ്ട്രോങ് ആണെന്നും ശക്തമാണെന്നും വിശ്വസിച്ചുകൊണ്ട് അതിൽ തുടരുക തന്നെ വേണം. അപ്പൊ ഈ ഒരു കേസിൽ പലതരത്തിലുള്ള സിനാരിയോ സംഭവിക്കാനുള്ള
സാധ്യതയുണ്ട്. അതായത് ഒരു വ്യക്തി എൻട്രി എടുത്തതിന് ശേഷം ആ ഒരു സ്റ്റോക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ അതൊരു വിന്നിംഗ് ട്രേഡ് ആയിരുന്നെങ്കിൽ ആ ഒരു ടാർഗറ്റും കഴിഞ്ഞിട്ട് നല്ല രീതിയിലുള്ള റാലി നടത്തിയേക്കാം. ആ ഒരു സമയത്ത് പിന്നീട് കിട്ടേണ്ട വലിയൊരു പ്രോഫിറ്റ് അദ്ദേഹത്തിന് നഷ്ടമായേക്കാം. ഇനി അതേ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തു, അദ്ദേഹം വിന്നിംഗ് സ്റ്റോക്ക് ആണെന്ന് കരുതിയിട്ട് അത് ഹോൾഡ് ചെയ്തിരുന്നു എന്ന് കരുതുക. ആ ഒരു കേസിൽ ചിലപ്പോൾ ആ ഒരു സ്റ്റോക്ക് താഴേക്ക് വീഴുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ടാർഗറ്റ് വെച്ച് ബുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. ആ ഒരു സമയത്ത് പ്രോഫിറ്റ് നഷ്ടമായി ചിലപ്പോൾ ലോസിലേക്കും പോയേക്കാം. അപ്പൊ ഇത്തരം ഒരു സാഹചര്യം പലപ്പോഴായിട്ട് ട്രേഡേഴ്സിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ട്രേഡിംഗ് എക്സ്പീരിയൻസ് സഹായിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ട്രailing സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളൊരു ട്രേഡർ ആണ്, നിങ്ങളൊരു ട്രേഡിൽ എൻട്രി ചെയ്തു, എന്നിട്ട് നിങ്ങളുടെ ടാർഗറ്റിലേക്ക് അത് എത്തി. ആ ഒരു ടാർഗറ്റിൽ എത്തിയ സമയത്ത് നിങ്ങൾക്ക് ഗ്രീഡ് ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ടാർഗറ്റിൽ അത് ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഈ ട്രേഡ് നല്ല സ്ട്രോങ് ആണ്, അതൊരു വിന്നിംഗ് ട്രേഡ് ആണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു 80 എന്ന് പറയുന്ന ആ ഒരു ടാർഗറ്റിൽ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു ടാർഗറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 80 എന്ന് പറയുന്ന ആ ഒരു പ്ലേസിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്, ട്രailing സ്റ്റോപ്പ് ലോസ് വെക്കാം. അപ്പൊ 80-ൽ നിന്ന് അത് എത്ര മുകളിലേക്ക് പോയാലും നിങ്ങൾക്ക് ആ മുകളിലേക്ക് പോകുന്ന ആ ഒരു പ്രോഫിറ്റ് എല്ലാം തന്നെ എടുക്കാവുന്നതാണ്. ഇൻ കേസ് അത് താഴേക്ക് തിരിച്ച് വീഴുകയാണെങ്കിൽ ആ ഒരു 80 നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചുകൊണ്ട് ആ ഒരു ടാർഗറ്റിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങാവുന്നതുമാണ്. അപ്പൊ ഇത്തരത്തിൽ എത്ര മുകളിലേക്ക് ആ ഒരു ട്രേഡ് പോകുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് മുകളിലേക്ക് വെച്ചുകൊണ്ടിരിക്കാവുന്നതാണ്. അപ്പൊ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ എന്താണ് ഗ്രീഡ് എന്നും എന്താണ് ഫിയർ എന്നും ഇതെങ്ങനെ നിങ്ങളുടെ ട്രേഡിങ്ങിനെ വിവിധ തരത്തിൽ ബാധിക്കുന്നു എന്നും ഇതിൽ നിന്നും എങ്ങനെ മറികടക്കാം, രക്ഷപ്പെടാം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതൊക്കെ വീഡിയോയിലൂടെ കേട്ട് മനസ്സിലാക്കാൻ നേരം വളരെ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നേരം ഇത് അത്ര ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം നമുക്കറിയാം നമ്മൾ എല്ലാവരും തന്നെ മനുഷ്യരായതുകൊണ്ട് നമ്മളുടെ ഇമോഷൻസിനെ എല്ലായ്പ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസിലൂടെ പതുക്കെ പതുക്കെ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ട്രേഡിൽ അപ്ലൈ ചെയ്ത് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. വീഡിയോ ഇൻഫർമേറ്റീവും യൂസ്ഫുള്ളും ആണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ കാണും വരേക്കും